ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് ചിക്കൻ കൊണ്ടാട്ടവും പുലാവ് റൈസുമാണ്. സോ ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. എന്തായാലും നമുക്ക് സമയം ഒട്ടും കളയണ്ട, പെട്ടെന്ന് തന്നെ പരിപാടി തുടങ്ങാം. പോലെ സെറ്റ്. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ഹാഫ് സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതിലേക്ക് തന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് ഓയിൽ. സോ ഇനി ചിക്കൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെറിയൊരു പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്, അതാണ് ഏറ്റവും നല്ലത്. കാര്യം നമ്മളിത് ചെറുതായിട്ടൊന്ന് ഗ്രില്ല് ചെയ്യേണ്ട ആവശ്യം കൂടിയുണ്ട്. നമ്മുടെ മാരിനേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഒരു റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കടായി മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. കടായി ഞാനൊന്ന് പറഞ്ഞോട്ടേ, എന്താണ് ഈ സൗണ്ട് ഉണ്ടാക്കുന്നത്? നിനക്കും തരാം. ഓക്കെ, സെറ്റ്. എരി കുറച്ച് ഇടുന്നുള്ളൂ. ഓക്കെ, ഒരു 5 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, ഗ്രാമ്പു, അതിൻ്റെ കൂടെ 2 ബേ ലീഫ്, കുറച്ച് പച്ചമല്ലി, പിന്നീട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 4 ഏലക്ക, 5-6 ഗ്രാമ്പു, പിന്നീട് കുറച്ച് ചെറിയ ജീരകം, പിന്നെ പെരുംജീരകം. ഇതെല്ലാം കൂടി നൈസായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എന്നുവെച്ചാൽ ഒത്തിരി കരിഞ്ഞു പോരുത്, സ്ലോ ഫ്ലെയിം ഇട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒത്തിരി പൊടിഞ്ഞു പോകാനും പാടില്ല. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്ത് ഇതേണ്ട ഏകദേശം ഇതുപോലെ ഇരിക്കണം സംഭവം. ഓക്കെ, ഇത് നമുക്ക് ഇനി ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ മേജർ പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാവുന്നതാണ്. ആദ്യം തന്നെ അടികട്ടിയുള്ള നല്ലൊരു പാത്രം എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഇതിങ്ങനെ ഒഴിച്ചാൽ ഇന്നൊന്നും നടക്കത്തില്ല, അത് കാരണം ഞാൻ ഇതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് നൈസായിട്ട് അങ്ങ് ഒഴിക്കുകയാണ്. ഒരു ഓയിലിനകത്ത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. നല്ലപോലെ കുനുകുന അഴിഞ്ഞേക്കുന്ന സവാള അതിലേക്ക് ആഡ് ചെയ്യുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ കുനുകുനാന്നരിഞ്ഞ തക്കാളി വേണം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് മസാലയും കൂടി ഇടുമ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു മസാല റെഡി ആവുന്നതായിരിക്കും. പിന്നീട് ഇതിനകത്തോട്ട് ചിക്കൻ ആഡ് ചെയ്യും. അതിൻ്റെ കൂടെ വേറെ ഒരു അഡീഷണൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്, അത് നമുക്ക് വരുന്ന വഴിക്കാൻ കാണാം. അപ്പം ഉള്ളി ഒരു സൈഡിൽ വാടുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇതിനകത്തോട്ട് ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 2 മിനിറ്റ് അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം ചെറുതായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. ഏതൊരു ഗ്രില്ല് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഓവൻ ചെയ്യാം, ഇല്ലെങ്കിൽ എയർ ഫ്രയർ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. ഇല്ലാതെ ഡയറക്റ്റ് മസാലയിലോട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇച്ചിരി കൂടി ഫ്രൈ ചെയ്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ആക്ച്വലി ഇത് 2ആയിട്ട് ഇടേണ്ടതാണ്. പിന്നെ അത്രയും സമയം ഉണ്ടാക്കാനുള്ള മടിയും കാര്യങ്ങളും എല്ലാം കാരണം ഒറ്റ ട്രിപ്പിൽ തന്നെ പരിപാടി തീർക്കാൻ നോക്കുന്നതാണ്. അതാണ് സ്പേസ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഓക്കെ, ഏകദേശം നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മാക്സിമം. സവാള ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ആയതിനു ശേഷം നമുക്ക് ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്തിലേക്ക്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യാം. ടൊമാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതും നല്ലപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഓക്കെ, ഇത് ഏകദേശം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ കാശ്മീരി ചില്ലി,
ആൻഡ് 1 സ്പൂൺ ഗരം മസാല. ഇത്രയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മസാലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചേക്കുന്ന ചിക്കൻ ഏകദേശം ആവുന്നുണ്ട്. ഒരു 4 മിനിറ്റ് ആയി കഴിയുമ്പോൾ അതെടുത്ത് ഇനി ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക. അതാണ് നെക്സ്റ്റ് സ്റ്റേജ്. നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നമ്മുടെ മസാല നേരത്തെ റെഡിയാക്കി വെച്ചതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ. അപ്പം ഇതെല്ലാം കൂടി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾ ചിക്കൻ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ പാത്രം കൊണ്ട് ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട്. അവസാനം നമ്മൾ ചെറുതായിട്ട് ഒരു ക്യൂബ് സൈസിലരിയുന്ന ക്യാപ്സിക്കവും സവാളയും കൂടി ഒന്ന് ചെറുതായിട്ട് ഗ്രില്ല് ചെയ്തിട്ട് ഇതിൻ്റെ മേലിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സവാളയൊക്കെ ഒരു ക്യൂബായിട്ട് അരിഞ്ഞിട്ട് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ക്യാപ്സിക്കവും കൂടി എടുക്കണം. ഇത് അതിൻ്റെ മേലിലോട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയാണ്. അതാണ് ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ഒരു ഹൈലൈറ്റ്. ഒരു ക്രഞ്ചിനെസ്, പിന്നെ ഒരു ഫ്രഷ് മസാല നമ്മൾ ഇതിൻ്റെ മേലിലോട്ട് ഇട്ട് കൊടുക്കും. ഞാൻ വെച്ചിരുന്ന ക്യാപ്സിക്കവും സവാളയും സെറ്റായിട്ടുണ്ട്. അത് നമ്മൾ നേരെ ഈ ചിക്കനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു ഫൈനൽ സ്റ്റേജാണ്. നമ്മൾ നേരത്തെ ഫ്രഷ് ആയിട്ട് എടുത്ത് വെച്ചേക്കുന്ന പൗഡറും കൂടി ഇത് ആവശ്യത്തിനനുസരിച്ച്, എന്താ വെച്ചാൽ എരിയുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എന്തായാലും 1-2 സ്പൂണ് ആഡ് ചെയ്തു. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കടായി ചിക്കൻ റെഡി. നമ്മുടെ കടായി ചിക്കൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പം ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യാം. അല്ലാതെ ഒരു തിക്ക്, ഞാൻ ഒരു റോസ്റ്റാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഒരു സ്വല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് ഒരു റോസ്റ്റ് പരുവത്തിലോട്ട് ഇതിനെ മാറ്റിയെടുക്കുക. ഒത്തിരി ഡ്രൈ ആകുന്നവർക്ക് ഡ്രൈ ആക്കി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഞാൻ ഉപ്പും ചിക്കൻ വെന്തിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിനുണ്ട്, എരിവ് ആവശ്യത്തിനുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മസാലയിലാണ് ഇരിക്കുന്നത്. നമ്മൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് എരിവ് കയറി ഇറങ്ങി നിൽക്കും. സോ ഞാൻ ഈ കൺസിസ്റ്റൻസിയിൽ ഇനി നിർത്താൻ പോവുകയാണ്. ഇനി നമുക്ക് പുലാവ് റൈസും കൂടി ഉണ്ടാക്കാം. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ പുലാവ്, റൊട്ടി, ചപ്പാത്തി, ഇങ്ങനെയുള്ള പല സംഭവങ്ങളും യൂസ് ചെയ്യാവുന്നതാണ്. സ്മെല്ല് നല്ലപോലെ വരുന്നുണ്ട്. ആ ഫ്രഷ് ഗ്രൈൻഡ് ചെയ്തേക്കുന്ന ഇതും കൂടി ഇടുമ്പോഴത്തേക്കും മൂക്കിലോട്ട് അടിച്ച് കയറും. നല്ല കോൾഡൊക്കെ ഉണ്ടെങ്കിൽ കണ്ണിൽ കൂടി വെള്ളമൊക്കെ വരുന്ന പോലെ ആയിരിക്കും. ഓക്കെ, എന്തായാലും അടിപൊളി സ്മെല്ലാണ്. ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. അപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് പോകുന്നതെന്ന് പറഞ്ഞാൽ പുലാവ് റൈസിനാണ്. പുലാവ് റൈസിന് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് സോണ മസൂരി റൈസാണ് എടുത്തേക്കുന്നത്. അത് ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം. എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ ഹീരയുടെ സോണ മസൂരിയാണ്. ഇതിൽ നിന്ന് ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പം 3 ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 4.5 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കണം. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് സ്വല്പം പാലും കൂടി ഒഴിച്ചതിന് ശേഷം വരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ പുലാവിനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു പാത്രം വെക്കുക. പാത്രം ഒന്ന് ഇതിനകത്ത് ഇച്ചിരി വെള്ളമുണ്ട്. അതൊന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗീയാണ്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഗീയാണ്. അത് കാരണം നല്ല ഐസായിട്ടിരിക്കുകയാണ് സംഭവം. അത് കാരണം ഒന്ന് കുത്തി ഇളക്കിയെടുക്കേണ്ട ആവശ്യം വന്നു. അതൊന്ന് ഉരുകണം. ഉരുകുന്ന സമയം കൊണ്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ജീരകവും കൂടി ആഡ് ചെയ്യണം. സോ ജീരകവും ആഡ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 3 ഗ്ലാസ് റൈസാണ് എടുത്തത്. അപ്പോൾ 4.5 ഗ്ലാസ് വെള്ളം അതിന് ഇതിനോട്ട് ഒഴിക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് പാലും കൂടി ഒഴിക്കുകയാണ്. ഓക്കെ, പിന്നീട് ഒരു 3 പച്ചമുളക് ഫുള്ളായിട്ട്. പിന്നീട് ഉപ്പ് ആവശ്യത്തിനിടുക. ഉപ്പിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക. ഇനി നമ്മുടെ റൈസ് ഇതിനകത്തോട്ട് അങ്ങ് മിക്സ് ചെയ്താൽ മതി. അതുകൂടി ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിയും. അപ്പം നമ്മുടെ പുലാവ് എത്രത്തോളം ആയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്നായാൽ മതി. ഇത് ജസ്റ്റ് പറ്റിച്ചെടുക്കുകയാണ്. സോ ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ പറ്റിക്കോളും. സോ അരി വേവാനുള്ള
തിരിവിട്ടപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റുള്ളിൽ പരിപാടി മൊത്തത്തിൽ നമുക്ക് തീരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ പുലാവ് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫുഡിന്റെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും മീനൂട്ടിക്ക് കൊടുക്കാം. മീനൂട്ടിയുടെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, This one is surprise. It's turned into a ball. Show it here, Mama. Okay. Then I'll eat it and see it. I think I can eat it. Yummy! Tasty! I like it. This is the best food ever. അപ്പം ഞാൻ ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.